MT വാസുദേവൻ നായർ രണ്ടാം ഊഴം ഭാഗം 13. മനസ്സിൽ കണക്കുകൂട്ടുകയായിരുന്നു ദിവസങ്ങളും മാസങ്ങളും. മന്ദിരങ്ങളുടെ നിർമ്മാണത്തിലെ വേഗക്കുറവാണ് എന്നെ ചൊടിപ്പിക്കുന്നതെന്ന് ശില്പികളും പരിചാരകന്മാരും കരുതി. കൽപ്പണിക്കാരും മരപ്പണിക്കാരും രാവും പകലും പണിയെടുത്തു. കാട് നഗരമായി മാറുകയായിരുന്നു. ആർക്കും വേണ്ടാതെ കിടന്ന ഖാണ്ഡവപ്രസ്ഥം. ഇത് ഞങ്ങൾക്ക് വിഹിതമായി തന്ന് ഇങ്ങോട്ടയച്ചപ്പോൾ പുതിയ കമ്പോളങ്ങളുടെ സാധ്യത കണ്ട് വൈശ്യർ ആദ്യം കുടിയേറിപ്പാർത്തു. അമ്മയുടെ പഴയ പരിചാരികമാരുടെ 18 ശൂദ്ര കുടുംബങ്ങൾ മാറിയപ്പോൾ അവരുടെ ബന്ധുക്കളും പരിചയക്കാരുമായി വളരെ പേർ പിന്നീട് വന്നു. വൃക്ഷങ്ങൾ സുലഭമായതുകൊണ്ട് വീടുകൾ മായാജാലം കണ്ടെന്ന പോലെ ഉയർന്നു. പണ്ടേ ഉണ്ടായിരുന്ന 4 വനമന്ദിരങ്ങളിലാണ് ഞങ്ങൾ താമസം തുടങ്ങിയത്. രാജാക്കന്മാർ വല്ലപ്പോഴും നായാട്ടിന് വരുമ്പോൾ താമസിക്കാൻ വെച്ച വലിയ കൊട്ടാരത്തിൽ യുധിഷ്ഠിരൻ, രണ്ടാമത്തെ വലിയ മന്ദിരത്തിൽ അമ്മയും നകുല സഹദേവന്മാരും, മൂന്നാമത്തേത് അർജുനന് കൊടുത്ത് കാടിൻ്റെ അതിർത്തിയോട് തൊട്ട് കിടക്കുന്ന ഏറ്റവും ചെറിയ വീടാണ് ഞാനെടുത്തത്. അകമ്പടിക്കാർക്കുള്ളതായിരുന്നു അത്രേ. ഹസ്തിനപുരത്തിൽ ഞങ്ങൾ തിരിച്ചെത്തിയത് രാജാക്കന്മാരുടെ പ്രൗഢിയിൽ തന്നെയായിരുന്നു. ദ്രുപദന്റെ കൊട്ടാരത്തിൽ ദൃഷ്ടദ്യുമ്നൻ ആതിഥ്യം കൊണ്ട് എന്നെ വീർപ്പുമുട്ടിച്ചു. സമ്മാനങ്ങൾ കൊണ്ട് രാജാവ് 5 പേരെയും അമ്പരിപ്പിച്ചു. ഭീഷ്മപിതാമഹനോ വിതുരരോ അറിയാതെ ദുര്യോധനനും കർണനും ഓർക്കാപ്പുറത്ത് വന്നൊരൊളിയുദ്ധം നടത്തി. സൗബലൻ, ശകുനിയും ഭൂരിശ്രവാവും ജയദ്രഥനും കൂട്ടത്തിലുണ്ടായിരുന്നു. വിരുന്നിനിടയ്ക്ക് വന്നു ചേർന്ന യുദ്ധം ഒരാപത്തല്ല, ഒരു വിനോദം പോലെയാണ് ദൃഷ്ടദ്യുമ്നൻ കണ്ടത്. എൻ്റെ ആദ്യത്തെ യുദ്ധം. അർജുനന് അമ്പുകളൊന്നും പിഴയ്ക്കാത്ത ദിവസം. പാഞ്ചാലകുമാരൻ്റെ രഥയുദ്ധം അമ്പരപ്പിക്കുന്നതായിരുന്നു. കോട്ടവാതിലിന് വളരെ അകലെ വെച്ച് തന്നെ ഞങ്ങളവരെ നേരിട്ടു. പാഞ്ചാലപ്പടയ്ക്ക് യുദ്ധം ലഹരിയാണ്. മുൻനിരയിൽ ദുര്യോധനനും കർണനും തന്നെയായിരുന്നു. കഷ്ടിച്ചു 3 നാഴിക മാത്രമേ യുദ്ധം നീണ്ടു നിന്നുള്ളൂ. കൗരവരുടെ കൂടെ വന്ന 40 ദാസന്മാരുടെ മൃതദേഹങ്ങൾ ഞങ്ങൾ എണ്ണി. 6 കുതിരകളും. ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേർക്ക് മുറിവേറ്റു. ഒരു ഭടൻ മരിച്ചു. കർണൻ തേർത്തട്ടിൽ വീഴുന്നത് കണ്ടുവെന്ന് അർജുനൻ പറഞ്ഞു. വിദഗ്ധനായ സാരഥി തേർ തിരിച്ച് പിൻവാങ്ങിയത് കൊണ്ട് മുറിവ് എത്രത്തോളം ഉണ്ടെന്നറിഞ്ഞില്ല. പിന്നെയാണ് രമ്യതയിൽ കഴിയുന്നതിൻ്റെ ആവശ്യം അന്ധരാജാവിന് ഓർമ്മ വന്നത്. സന്ദേശവും കൊണ്ടുവന്ന വിതുരരെ ദൃഷ്ടദ്യുമ്നൻ പരിഹസിച്ചു. അദ്ദേഹം വെറും ദൂതനാണ്, ഞങ്ങൾ അദ്ദേഹത്തോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ദൃഷ്ടദ്യുമ്നനെ ഓർമ്മിപ്പിച്ച് അടക്കിയിരുത്തി. കാടാണ് പകുത്തു തരുന്നതെങ്കിലും സ്വീകരിക്കാൻ വിതുരർ നിർബന്ധിച്ചു. ഇവിടെ രാജധാനി പണിയാം. ഹസ്തിനപുരത്തുകാർ ഇങ്ങോട്ട് കുടിയേറി പാർക്കുമ്പോൾ ഇതും നഗരമായി മാറുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സമ്പന്നരായാണ് ഞങ്ങൾ ഖാണ്ഡവപ്രസ്ഥത്തിൽ വരുന്നത്. പാഞ്ചാലത്തു നിന്നും ശില്പികൾ വന്നു. കഴുതകളെ പൂട്ടിയ വണ്ടികളിൽ ധനവും ധാന്യങ്ങളും ദ്രുപദൻ അയച്ചു. വിവാഹ സമ്മാനമായി കൃഷ്ണനും ധാരാളം ദ്രവ്യങ്ങൾ അയച്ചു. ദ്രുപദന്റെ മുമ്പാകെ വെച്ച് കൃഷ്ണൻ ദ്രൗപദിക്കും ഞങ്ങൾക്കും പൊന്നും മുത്തും കാഴ്ചവെച്ചപ്പോൾ അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. സഹോദരപുത്രനിൽ നിന്നും അമ്മ ഇത്രയേറെ പ്രതീക്ഷിച്ചതല്ല. പഴയ കൊട്ടാരത്തിൽ മധുവിധു ആരംഭിച്ച യുധിഷ്ഠിരൻ വല്ലപ്പോഴുമേ പുറത്തു വരാറുള്ളൂ. പുതിയ നഗരം ഉയരുന്നത് കാണാൻ ഇടയ്ക്കൊക്കെ ദ്രൗപദിയെയും കൊണ്ടുവരുമെന്ന് കരുതി. അതുണ്ടായില്ല. 1 വർഷം ദ്രൗപദി ഒരാളുടെ കൂടെ. അതിനിടയ്ക്ക് മറ്റുള്ളവർ ആ ഗൃഹത്തിൽ പോകരുതെന്നുകൂടി അമ്മ ഒരു നിയമം വെച്ചു. നിയമം അമ്മയുടേതാണോ അതോ യുധിഷ്ഠിരൻ്റേതാണോ എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. മഹർഷിമാർ പറഞ്ഞിരിക്കുന്നു എന്ന മുഖവരയോടെയാണ് ഞങ്ങൾ 4 പേരെയും വിളിച്ചു നിർത്തി അദ്ദേഹം വ്യവസ്ഥകൾ അറിയിക്കാൻ തുടങ്ങിയത്. എല്ലാം നമ്മുടെ നന്മയ്ക്കാണെന്ന് പറഞ്ഞ് സമാഹരിക്കുകയും ചെയ്തു. ആനകളെ കൊണ്ട് മരം പിടിപ്പിക്കുന്നത് നോക്കിക്കൊണ്ട് ഞാൻ നിൽക്കെ യുധിഷ്ഠിരൻ വന്നു. ഈയിടെയായി അസംതൃപ്തിയാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് സ്ഥിരമായ ഭാവം. അർജുനൻ്റെ സന്ദേശം വല്ലതുമുണ്ടോ? ഞാൻ ചോദിച്ചു.
അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്തോ ആലോചിച്ചു കൊണ്ടെന്ന പോലെ ചോദിച്ചു, അർജുനൻ തീർത്ഥാടനത്തിനോ അതോ മാരകേളിക്കോ പോയത്? എനിക്ക് കാര്യം വ്യക്തമായില്ല. ഏകദേശം ഞാൻ ഊഹിച്ചു. ഒരു നാഗകന്യകയുടെ കാര്യം ഞാൻ കേട്ടു. നാഗന്മാർ നല്ലവരാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ, പ്രമാണക്കൊടിയിൽ കരക്കെത്തിയപ്പോൾ? ഉവ്വ്. പക്ഷേ ഞങ്ങൾ രണ്ടാമതൊരുവളുടെ വിവരം കൂടി കേട്ടു. മണിപ്പൂരിലെ ഒരു ചിത്രവാഹനൻ്റെ മകൾ. ക്ഷത്രിയരാണോ എന്തോ. അദ്ദേഹം ആരോടൊക്കെയോ നീരസമുള്ള പോലെ പെട്ടെന്ന് അവിടെ നിന്നു നടന്നു. അർജുനന് തീർത്ഥയാത്രയിൽ സുന്ദരിമാരെ കിട്ടിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ആവശ്യമില്ലാത്ത ഒരു ആത്മപീഡനമായിരുന്നു അർജുനന് ഈ തീർത്ഥയാത്ര. ഞങ്ങളൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. അയാൾ നിർബന്ധം പിടിച്ചു. പക്ഷേ ഖാണ്ഡവപ്രസ്ഥത്തിലിരിക്കുന്നതിനേക്കാൾ രസമുണ്ടാവും തീർത്ഥയാത്രയ്ക്കിടയിലെന്ന് കരുതിക്കൊണ്ട് തന്നെ ആയിരിക്കും. ഒരു രാത്രിയിൽ കാട് കുറേ കൂടി വടക്കോട്ട് വെട്ടിത്തെളിക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബ്രാഹ്മണൻ ഓടിക്കിതച്ചു വന്നു. കുറേ പശുക്കളെയും കൊണ്ട് മുമ്പേ വന്ന് താമസമാക്കിയ കുടിയേറ്റക്കാരിലൊരാൾ. അദ്ദേഹത്തിൻ്റെ പശുക്കളെ കാണാനില്ല. കാട്ടിലെ ഒരു കള്ളക്കൂട്ടം അവയെ തെളിച്ചു പോകുന്നത് കണ്ടവരുണ്ട്. അർജുനൻ ധൃതിയിൽ ഓടിപ്പോയി. ബ്രാഹ്മണൻ കാത്തുനിന്നു. അയാൾ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഭരണമുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. അർജുനൻ തിരിച്ചു വന്നത് സാവധാനത്തിലായിരുന്നു. നിറച്ച ആവനാഴിക്ക് പുറമെ എടുത്ത അമ്പുകൾ അരയ്ക്കു ചുറ്റും തിരുകിക്കൊണ്ട് ഒരു വിഡ്ഢിച്ചിരിയോടെ അയാൾ പറഞ്ഞു, ഒരബദ്ധം പറ്റി. ആയുധങ്ങൾ വലിയ കൊട്ടാരത്തിലായിരുന്നു. നിയമം മറന്ന് ഞാൻ ഓടിക്കേറി. അപ്പോൾ അബദ്ധം അവരെ ലജ്ജിപ്പിക്കേണ്ടി വന്നു. ഞാൻ കാത്തു നിൽക്കുന്ന ബ്രാഹ്മണൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചു പറഞ്ഞു. ശരി, വന്നിട്ട് ആലോചിക്കാം. ജ്യേഷ്ഠൻ പുറത്തു വരുമെന്ന് കരുതി. കണ്ടില്ല. പശുക്കൂട്ടത്തെ തിരിച്ചുപിടിച്ച് കീഴടക്കിയ കൊള്ളക്കാരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് അർജുനൻ മടങ്ങി വന്നു. അപ്പോഴേക്കും നിയമം ലംഘിച്ച കാര്യം അമ്മയുടെ മുമ്പാകെ വന്നു കഴിഞ്ഞിരുന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു, അത്ര വലിയ കാര്യമാക്കേണ്ട. ശാസ്ത്രപ്രകാരം പറഞ്ഞാൽ ജ്യേഷ്ഠപത്നിയെ ആ രൂപത്തിൽ കണ്ടുപോയത്. അമ്മയെ സാക്ഷി നിർത്തിയാണ് സംസാരിക്കുന്നത്. അർജുനൻ ഒരു വാദപ്രതിവാദത്തിന് ഇട കൊടുത്തില്ല. നിയമപ്രകാരം ഞാൻ 12 മാസം തീർത്ഥയാത്ര നടത്തണം. അത്രയല്ലേ ഉള്ളൂ. തെറ്റിന് ഞാൻ അർഹിക്കുന്ന ശിക്ഷ തന്നെ. യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അർജുനൻ പറഞ്ഞു, എവിടെയെങ്കിലും അലഞ്ഞു നടക്കണമെന്ന് തോന്നി തുടങ്ങിയതായിരുന്നു. ഒരു തരത്തിൽ ഇത് അനുഗ്രഹമായി. അയാൾ രാത്രി തന്നെ സ്ഥലം വിട്ടു. ഉലൂബിയുടെ വാർത്തയ്ക്ക് പിന്നാലെ വന്നു ചിത്രാംഗതയുടെ വിവാഹകാര്യം. പിന്നെ ഒരു 4 മാസം കഴിഞ്ഞാണ് അമ്മയും ഞങ്ങൾ 3 പേരും ജ്യേഷ്ഠൻ്റെ മുമ്പിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഞങ്ങൾ 4 പേരും പുറംതളത്തിൽ കാത്തു നിൽക്കുമ്പോൾ അദ്ദേഹം അകത്തുനിന്ന് ഉല്ലാസഭരിതനായി കടന്നു വന്നു. ദ്വാരകയിൽ നിന്നൊരു ദൂതൻ വന്നിരിക്കുന്നു. അർജുനൻ്റെ സന്ദേശം. കൃഷ്ണ സഹോദരി സുഭദ്രയെ വിവാഹം കഴിക്കാൻ അർജുനൻ അനുമതി ചോദിച്ചിരിക്കുന്നു. അമ്മയ്ക്കറിയേണ്ടത് ബലരാമനും കൃഷ്ണനും സമ്മതിച്ചോ എന്നതാണ്. കൃഷ്ണന് പൂർണ്ണ സമ്മതം. സന്തോഷം. ബലരാമൻ ജ്യേഷ്ഠനും സമ്മതിക്കേണ്ടി വന്നു. അർജുനൻ്റെ കൂടെ ഒളിച്ചോടാൻ തയ്യാറായി നിന്നു അത്രേ സുഭദ്ര. സമ്മതിക്കാതെ വയ്യെന്നായി. ജ്യേഷ്ഠൻ ആവശ്യത്തിൽ കൂടുതൽ പതിവില്ലാതെ ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്. അകവാതിലിനപ്പുറത്ത് എവിടെയോ നിന്ന് താമരപ്പൂവിൻ്റെ ഗന്ധമുണ്ടോ? അദ്ദേഹം ഉലാത്തിക്കൊണ്ട് കുറച്ച്, തന്നോടും കുറച്ച്, ഞങ്ങളോടും എന്ന പോലെ സംസാരിച്ചു. കൃഷ്ണൻ നല്ല സുഹൃത്താണ്. അമ്മാവൻ്റെ മകനാണ്. ചക്രായുധത്തിൽ കൃഷ്ണനെ ജയിക്കാവുന്ന ഒരു യോദ്ധാവും ഇന്നില്ല. കൃഷ്ണനും യാദവരും കൂടി നമ്മുടെ ഒപ്പം വന്നാൽ അമ്മ എന്ത് നിശ്ചയിക്കുന്നു? അമ്മ ചോദിച്ചു, എവിടെയാ ദൂതൻ? അയാൾക്കും സമ്മാനങ്ങൾ കൊടുക്കണം. എല്ലാവരുടെയും അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞയക്കൂ. വരവർണ്ണിനിയായ സുഭദ്രയോടും. 1 വർഷത്തിനിടയ്ക്ക് 3 സുന്ദരിമാരെ പരിണയിച്ചു അർജുനൻ. ഇവിടെ അയാൾ അസ്ത്രവിദ്യയിലെ അത്ഭുതസിദ്ധി കൊണ്ട് നേടിയ ആദ്യത്തെ കന്യകയുടെ മധുവിധു ഇനിയും അവസാനിച്ചിട്ടില്ല. വർഷം തികയാനുള്ള ദിവസം അടുത്തെത്തുന്നു. ദ്രുപദൻ്റെ രാജധാനിയിൽ വെച്ച് നടന്ന വിവാഹാഘോഷം തൊട്ട് ഞാൻ ദിവസങ്ങളും മാസങ്ങളും എണ്ണി തുടങ്ങിയതാണ്. എൻ്റെ വസതിയിൽ 4 ദിവസങ്ങൾക്കകം തന്നെ ദ്രൗപദിക്ക് വേണ്ടി ഞാൻ ചില ഒരുക്കങ്ങൾ ചെയ്തിരുന്നു. പിൻവശത്തെ അങ്കണത്തിൽ നട്ട ചെടികളിൽ പൂക്കൾ വിടർന്നു കഴിഞ്ഞു.
കാട്ടുവള്ളികൾ കെട്ടിച്ചുവന്ന ദേവദാരു പലകകൾ കൊണ്ട് തീർത്ത തൂക്കുമഞ്ചത്തിൽ മൃദുവായ കുശപ്പുല്ലുകൾ തിരഞ്ഞെടുത്ത് ഒരു ശയ്യാതലമൊരുക്കി. വിശോകൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അകത്തു ശില്പികൾ ചില അലങ്കാരങ്ങൾ നടത്തി. എൻ്റെ ഉദ്യാനപ്രിയവും അലങ്കാരപ്രിയവും വിശോകനിൽ ഒരത്ഭുതമുണ്ടാക്കിയിട്ടില്ല. ദിവസമടുത്തല്ലേ? അയാൾ ഉദാസീന ഭാവത്തിൽ ചോദിച്ചു. അതേ മട്ടിൽ തന്നെ ഞാനും. ഊവെന്ന് തോന്നുന്നു. 4-ാം പ്രഭാതത്തിൽ ബ്രാഹ്മണരെ വരുത്തുമെന്നും എന്തെങ്കിലും ചടങ്ങുകളുണ്ടാകുമെന്നും ഞാൻ കരുതി. ഞാൻ ഈ പരിസരത്തിലൊക്കെ തന്നെയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലെ ഞാൻ അമ്മയുടെ ചുറ്റുവട്ടത്തിൽ നടന്നു നോക്കി. പുതിയ ആനപ്പന്തികളുടെ പണി നടക്കുകയായിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാത്ത വിധം ദ്രൗപദി ഞാൻ നിൽക്കുന്നിടത്തേക്ക് വന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് 3 തവണ, അതും മകളിൽ നിന്ന് മാത്രമാണ് ഞാൻ ദ്രൗപദിയെ കണ്ടിട്ടുള്ളത്. അവളുടെ ശരീരം കുറച്ചുകൂടി മാംസളമായിട്ടുണ്ട്. ശുഭ്രവസ്ത്രങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും അവൾക്ക് പ്രിയമെന്ന് തോന്നി. മുടിക്കെട്ടിൽ വളച്ചിട്ട ഒരിഴ വള്ളിമുല്ലപ്പൂമാല. അടുത്ത് കണ്ടപ്പോൾ ആദ്യം തോന്നിയത് ദ്രുപദ രാജധാനിയിൽ കണ്ട ബാലിക യുവതിയായിരിക്കുന്നു. നനവുണ്ടെന്ന് തോന്നുന്ന വലിയ നീലക്കണ്ണുകളിൽ മന്ദസ്മിതത്തിൻ്റെ തിളക്കം. ഏകാവലി മാത്രമുള്ള മാറത്ത് നേരത്തെയിട്ട കൈതപ്പൂമ്പൊടിയുടെ അവശിഷ്ടം. പണിസ്ഥലത്തെ പൊടിമണ്ണിൽ ആറാടി നിൽക്കുന്ന എൻ്റെ അർദ്ധനഗ്ന ശരീരത്തിൽ അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചു. പാഞ്ചാലത്തു നിന്ന് വന്ന ആനകളെ ചട്ടം പഠിപ്പിക്കുന്നത് കാണാൻ ഞാൻ ക്ഷണിച്ചു. മതിച്ച ആനയോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുമെന്ന് ആരോ ദാസിമാർ പറഞ്ഞത് കേട്ടു. ശരിയാണോ? ഞാൻ ചിരിച്ചു. വേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഭഗൻ ദിവസവും ഒരു വണ്ടി നിറയെ ഭക്ഷണവും വണ്ടി വലിച്ചു വരുന്ന 2 പോത്തുകളെയും തിന്നിരുന്നുവെന്ന് കേട്ടു. അത്ര ഭയങ്കരനായിരുന്നോ? പറഞ്ഞു മൊഴികൾ പകർന്നപ്പോൾ വലുതായതാണ് ഭഗൻ. അതൊരു നിസ്സാര യുദ്ധമായിരുന്നു. മരിക്കുമ്പോൾ അവൻ നിലവിളിച്ചത് കേട്ട് നാട് മുഴുവൻ നടുങ്ങി രക്തം ഗംഗ വരെ ഒഴുകി എന്നൊക്കെയാണ് ഇപ്പോൾ കഥ. നടന്നത് അതേപോലെ പറയൂ. ഞാൻ അമ്പരന്നു. യുദ്ധം അർദ്ധബോധത്തിലാണ് നടന്നത്. ആരാദ്യം കൊല്ലാനുള്ള അവസരം കണ്ടെത്തും എന്നതാണ് നോട്ടം. കാട്ടാനകളും നിഷാദനും ശാസ്ത്രമറിയില്ല, കൊല്ലാനറിയാം. സൂതർക്കോ മാഗധർക്കോ പാടാൻ പറ്റിയ കഥയല്ല അവരോടുള്ള യുദ്ധം. ഒരു സുന്ദരിയെ രസിപ്പിക്കാൻ പറയേണ്ടതുമല്ല. ഞാൻ പറഞ്ഞു. ഭാഗ്യം എൻ്റെ പക്ഷത്തിൽ നിന്നു, അത്രമാത്രം. സ്വയംവര മണ്ഡപത്തിൽ ശരിക്കും ഈ ഒരു യുദ്ധം കാണാമെന്ന് കരുതി. വീരന്മാരൊക്കെ വാക്കുകൊണ്ട് യുദ്ധം തുടങ്ങി. പിന്നെ ഓടിയല്ലേ? അവൾ ചിരിച്ചു. ഗംഗ വരെ ഒഴുകുന്ന ചോര, അതാണ് കാണേണ്ട കാഴ്ച. ഞാൻ യുദ്ധവും വധവും വിവരിക്കാതിരിക്കാൻ ചോദിച്ചു. അർജുനൻ എന്നു വരുന്നു? പ്രയാസപ്പെട്ട് നിയന്ത്രിച്ചിട്ടും അവളുടെ നീലക്കറുപ്പുള്ള കവിളുകളിൽ രക്തച്ചെവി പരന്നു. അറിയില്ല, അവൾ പതുക്കെ പറഞ്ഞു. നിർമ്മാണം കഴിയാറായ ഒരു സൗധത്തിൻ്റെ നേർക്ക് അവൾ നടന്നു. ഞാൻ പിറകെ. കാഴ്ചയ്ക്ക് ഹിഡുംബിയേക്കാൾ വളരെ ചെറിയ ശരീരഘടനയുള്ള ഈ യുവതിയുടെ മുമ്പിൽ ഞാൻ പതറിപ്പോകുന്നുണ്ട്. സ്വയം ശാസിച്ചു. കൽപ്പന കാത്തു നിൽക്കുന്ന സേവകനല്ല, യജമാനനാണ് ഭർത്താവ്. എൻ്റെ ഉദ്യാനം കാണാവുന്ന ഇടത്തിലെത്തിയപ്പോൾ ഞാൻ നിന്നു. അവളത് ശ്രദ്ധിക്കാതെ പറഞ്ഞു. സുഭദ്ര കറുത്തിട്ടാണോ? അറിയില്ല. യാദവ സ്ത്രീകളുടെ സൗന്ദര്യത്തെപ്പറ്റി ആരും അത്ര പാടിപ്പുകഴ്ത്തുന്നത് കേട്ടിട്ടില്ല. ഞങ്ങൾ വീണ്ടും നടന്നു. ഉദ്യാനത്തിലൂടെ തൂക്കുമഞ്ചത്തിന് സമീപത്തിലൂടെ കടന്നു പോകുമ്പോൾ അവളത് ശ്രദ്ധിച്ചില്ല. പിന്നെ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് നിന്നു. ഞാനിപ്പോൾ ഒരുവിധം ചൂത് കളിക്കും. പഠിപ്പ് തുടരുന്നുണ്ട്. ഞാനും ചിരിച്ചു. കാട് തൊട്ട് മുമ്പിലാണ്. വൃക്ഷക്കൂട്ടങ്ങൾക്കിടയിലേക്ക് നോക്കിക്കൊണ്ട് ദ്രൗപദി ചോദിച്ചു. കാട്ടാളത്തിമാരുടെ ഭാഷ എങ്ങനെയാണ്? വിശോകൻ്റെ മേൽനോട്ടത്തിൽ പിന്നിൽ കാണുന്ന മന്ദിരവും ചുറ്റുമുള്ള ഉദ്യാനവും ഈ തൂക്കുമഞ്ചവും എല്ലാം ഒരുങ്ങി നിൽക്കുകയാണെന്നറിയുന്നില്ലേ ദ്രൗപദി? ഞാൻ ആദ്യം കേട്ടില്ലെന്ന് നടിച്ചു. ഇന്നൊരു ബലിയുണ്ട്. ബ്രാഹ്മണർ എത്തിക്കഴിഞ്ഞിരിക്കും. നടക്കട്ടെ. അവൾ വിയർക്കാൻ തുടങ്ങുന്നു. വിയർപ്പിൻ്റെ സുഖകരമായ ഗന്ധമേറ്റുവാങ്ങാൻ തയ്യാറായി അടുത്തേക്ക് നീങ്ങി ഞാൻ ചുമലിൽ കൈവയ്ക്കുമ്പോൾ അവൾ പിന്നിലേക്ക് മാറി നിന്നു. പുത്രലബ്ധിക്കാണ് ഇന്നത്തെ ബലി. അർജുനന് നഷ്ടപ്പെട്ട വർഷം കൂടി യുവരാജാവിൻ്റെ ഊഴത്തിൽ ചേർന്നതാണെന്നറിയില്ലേ? അവൾ നടന്നു. പിന്നെ കുറച്ചടികൾ നടന്നപ്പോൾ
തിരിഞ്ഞു നിന്ന് മന്ദഹസിച്ചു. ആശ്വാസമോ വാഗ്ദാനമോ ആ കണ്ണുകളിൽ, അതോ വെറും സഹതാപമോ? ഞാൻ തനിച്ചായി. ദൂരെ നിന്ന് തേരൊച്ച അടുക്കുന്നത് കേട്ടു. വലിയ കൊട്ടാരത്തിൻ്റെ പരിസരത്തിൽ 3 തേരുകൾ വന്നു നിന്നു. ഒന്നാമത്തെ തേരിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ബലരാമനാണ്, പിന്നെ കൃഷ്ണൻ. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച രണ്ടാമത്തെ തേരിൽ നിന്ന് അർജുനൻ ഇറങ്ങി. അയാൾ നീട്ടിയ കൈ പിടിച്ച് സുഭദ്രയും. തലപകുതി മറച്ചിട്ട് ശിരോവേഷ്ടനത്തിനു താഴെ സീമന്തഹാരത്തിലെ മരതക കല്ലുകൾ തിളങ്ങി. ഇളം ചുവപ്പ് നിറമുള്ള ശരീരം. അമ്മ പറഞ്ഞതുപോലെ അകലെ നിന്നുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം, വരവർണ്ണിണി തന്നെ സുഭദ്ര. ചൂടുള്ള ശ്വാസം എൻ്റെ ദേഹത്തിൽ തട്ടി. ദ്രൗപദി അടുത്തു വന്നു നിന്ന് വരവേൽപ്പ് നോക്കി നിൽക്കുകയാണ്. സ്വീകരിക്കാൻ എന്നെ തിരിഞ്ഞു ദാസിമാർ വിഷമിക്കരുതല്ലോ. നടക്കട്ടെ. പോകുമ്പോൾ അവൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഭീമസേനൻ്റെ കരബലം കൊണ്ടാണ് ദ്രുപദ സദസ്സിൽ നിന്ന് അർജുനൻ രക്ഷപ്പെട്ടത്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അവൾ നടന്ന് കൊട്ടാരത്തിൻ്റെ പിന്നിൽ മറഞ്ഞു. ഞാൻ ബലരാമനെ നമസ്കരിച്ചു. കൃഷ്ണൻ എന്നെ വന്ദിച്ചു. അർജുനൻ്റെ പ്രണാമം ഞാൻ സ്വീകരിച്ചു. അയാൾ കൂടുതൽ കറുത്തിരിക്കുന്നു. വരവേൽപ്പിൻ്റെ ആഘോഷവും പുത്രലബ്ധിക്കുള്ള യുധിഷ്ഠിരൻ്റെ ഹോമവും 2 ഇടത്തായി നടന്നു. മദ്യകുംഭങ്ങൾ യാദവരുടെ മുമ്പിൽ നിരത്തി. അവരുടെ സുഖസൗകര്യങ്ങൾ നോക്കാൻ സഹദേവനെ പ്രത്യേകിച്ച് ഏൽപ്പിച്ചു. നകുലൻ ഹോമത്തിൻ്റെ മേൽനോട്ടം നടത്തി. ഞാൻ 2 ഇടത്തും എല്ലാം ശരിക്കു നടക്കുന്നില്ലേ എന്നറിയാൻ മാറി മാറി നിന്നു. മൈത്രമുഹൂർത്തം വരെ ആഘോഷം നീണ്ടുനിന്നു. അവസാനം എൻ്റെ ശയ്യാകാരത്തിലെത്തിയപ്പോൾ അതുവരെ സൽക്കരിക്കുകയായിരുന്ന ഞാൻ ഒന്നും കഴിച്ചില്ലെന്ന് മനസ്സിലാക്കിയ വിശോകൻ മദ്യവും ഭക്ഷണവും കരുതി വച്ചിരുന്നു. മുളപ്പിച്ച യവം വാറ്റിയ രൂക്ഷഗന്ധമുള്ള മദ്യം. 2 ചടങ്ങുകളും ഭംഗിയായി. വിശോകൻ പറഞ്ഞു, എനിക്കൊരു തേരൊരുക്കണം പ്രഭാതത്തിൽ. എങ്ങോട്ടാണെന്ന് സൂതർക്കറിയേണ്ട കാര്യമില്ല. യാദവർ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് പോരെ യാത്ര? വിശോകൻ സംശയിച്ചുകൊണ്ട് ചോദിച്ചു. 3 കുതിരകൾ, വേണ്ടത്ര ആയുധങ്ങൾ, ഉദയത്തിൽ തന്നെ പുറപ്പെടണം. വിശോകൻ പോയി. മദ്യം മുഴുവൻ തീർന്നിട്ടും ഞാൻ കിടന്നില്ല. പുറത്തിറങ്ങി മങ്ങിയ ഇരുട്ടിൽ നിന്നു. ഹോമം കഴിഞ്ഞ വലിയ കൊട്ടാരത്തിൽ മധുവിധുവിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നു. അർജുനൻ്റെ മന്ദിരത്തിലെ ദീപങ്ങൾ അണഞ്ഞിട്ടില്ല. അവിടെ ഒരു പുതിയ വധുവിൻ്റെ ആദ്യരാത്രി ആരംഭിക്കുന്നു. ഞാൻ നോക്കി നിൽക്കെ അകത്തെ വെളിച്ചം ഓരോന്നണഞ്ഞു. അഴിച്ചുവിട്ട തേർക്കുതിരകൾ അലഞ്ഞു നടക്കുന്ന കുളമ്പടി ശബ്ദം അങ്കണത്തിൽ നിന്ന് കേട്ടു. ഞാൻ നടന്ന് പിൻവശത്തെത്തി. കാടിൻ്റെ ഇരുട്ട് ഉദ്യാനത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. തൂക്കുമഞ്ചം കഴിവേറ്റിയ കാട്ടാളൻ്റെ ജഡം പോലെ ഇരുട്ടിൽ തൂങ്ങിക്കിടക്കുന്നു. അതിലെ മൃദുവായ ദർഭപ്പുൽ മെത്തയിൽ ഇരുന്ന് ഞാൻ ആടിക്കൊണ്ട് മരക്കൂട്ടങ്ങൾക്ക് മുകളിൽ കണ്ട അശ്വമുഖ നക്ഷത്രങ്ങളെ തിരഞ്ഞു. പൊടുന്നനെ കാട് ആകാശത്തിലേക്ക് ഉയരുന്നു. ആകാശം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. നക്ഷത്രങ്ങൾ പൊട്ടിച്ചിതറിയത് എൻ്റെ ശിരസിനകത്തെവിടെയോ ആയിരുന്നു.